എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ ഈ ഒരു കിഴി നമ്മുടെ കാലിൽ കുത്തുന്നത്. ഈ കിഴി എന്തിനാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ? പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. എൻ്റെ കാലിൻ്റെ ഈ മുട്ടിൻ്റെ പുറകിൽ ഭയങ്കര ഭയങ്കര വേദനയായിരിക്കും. അധികം നിന്ന് ജോലിയോ നടന്നിട്ടുള്ളൂ ഒന്നും പറ്റില്ല. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു മരുന്നായിട്ട് ഇതെനിക്ക് ഒരാൾ പറഞ്ഞു തന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ കിഴി ഉണ്ടാക്കി കാലിന് കുത്തുന്നതാണ് കാണുന്നത് കേട്ടോ. ഇപ്പം മിക്കവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മുട്ടുവേദനയും നീർക്കെട്ടും. അപ്പോൾ അതിനാകെ 2 സാധനം മതി കേട്ടോ. രണ്ട് സാധനം മാത്രം മതി നമുക്ക് ഈ കിഴി ഉണ്ടാക്കാൻ. ഇതൊന്ന് നമുക്ക് മുരിങ്ങേൻ്റെ ഇലയാണ്. മുരിങ്ങയില നീർക്കെട്ടിന് സൂപ്പറാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ കല്ലുപ്പും. ഇത് രണ്ടും ചേർന്ന് നമ്മുടെ നീർക്കെട്ടിനെ പാടെ മാറ്റാൻ പറ്റും. അതിന് വേണ്ടുന്ന വിധത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലോണം വറുത്ത് അതിൻ്റെ ഒരു ഉപ്പ് കല്ലിന് ഒരു നല്ല കളർ വരണേടം വരെ നമ്മളിത് വറുത്തെടുക്കണം. മുരിങ്ങേൻ്റെ ഇല പെട്ടെന്ന് നമുക്ക് വാടി കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ നീരും ഉപ്പ് കല്ലൊക്കെ അങ്ങോട്ട് കൂടിയിട്ട് ഒന്ന് ചേർന്ന് കിട്ടുമ്പോൾ നല്ലൊരു മരുന്നായിട്ട് മാറും. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ഈ മരുന്നുണ്ടാക്കാൻ പറ്റുന്നതല്ല കേട്ടോ. പിന്നെ നമുക്കിനി ഇത് വേണ്ടത് ഒരു നല്ല വൃത്തിയുള്ള ഒരു തുണി എടുക്കണം. ആ തുണിക്കകത്താണ് നമ്മൾ കിഴി കെട്ടുന്നത്. അതൊന്ന് പുറത്ത് പോകാത്ത രീതിയിൽ നമ്മളതിനെ കെട്ടിയിട്ട് നമുക്ക് കിഴി കുത്താൻ പറ്റും. നീർക്കെട്ടിന് നമ്മൾ എന്തൊക്കെ മരുന്നുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ നീരുള്ള ഭാഗത്ത് തന്നെ നമ്മൾ ചെയ്യുക. മുട്ടിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ആ നീരുള്ള ഭാഗത്ത് നമ്മൾ കുത്തുന്നതായിരിക്കും കേട്ടോ. നമ്മളെപ്പോഴും മുട്ടിലായിരിക്കും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് അങ്ങനെ ഞാനത് വറുത്ത് ഒരു തുണിയിലിട്ടു. ഇനി ഇതൊന്ന് കിഴി കെട്ടിയെടുത്തിട്ട് നമുക്ക് നീരുള്ള ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒരു 5 മിനിറ്റ് കുത്തി കൊടുക്കുക. പൊള്ളൊന്നുമില്ല, അങ്ങനത്തെ ചൂടൊന്നും ഇതിനുണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു 3-4 പ്രാവശ്യം വെച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ നീരും വേദനയൊക്കെ നല്ല കുറഞ്ഞ് കിട്ടും കേട്ടോ. നല്ല ശമനം കിട്ടും. നമുക്ക് സമാധാനമായിട്ട് നമുക്ക് നടക്കാനും നിൽക്കാനൊക്കെ പറ്റും. നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. ഇത് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ മുറുവെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ കാലിൽ തേക്കുന്ന എന്തെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ അത് തേച്ചിട്ടാൽ മതി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ.